ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറച്ച് പേർക്ക് അറിയാം ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസത്തോളം വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഇടാതായപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവിലൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടാത്തതിൻ്റെ കാരണം. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട്. ഒരുപാട് പേരൊന്നുമില്ല, വ്യൂവേഴ്സൊന്നുമില്ല. എങ്കിലും സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ട്. അവരിലേക്ക് ഞാൻ ഇത് എത്തിക്കണം. എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചത് കൊണ്ട് ഞാൻ കാര്യം പറയണം. എൻ്റെ മോൾക്കൊരു ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. വേറെ ഒന്നുമില്ല, കേൾക്കാൻ നിസ്സാര കാര്യം, പക്ഷെ അത് വലിയൊരു നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്ന സംഭവങ്ങളാണൊക്കെ. എന്താ പറയുക, ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു കുപ്പി പൊട്ടിയിട്ടുണ്ടായിരുന്നു. രാവിലെ പൊട്ടിയതായിരുന്നു. അത് അങ്ങനെല്ലാം ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്തതാണ്. പിന്നെ വൈകുന്നേരം ഇവൾ സ്കൂൾ വിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് എന്തോ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് അടുക്കളയിലോട്ട് വന്നതാണ്. അപ്പോൾ അതിലൊരു ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു. അതിന്ന് ഇവളുടെ കാലിൽ കുത്തി കയറി. ഉടനെ ഞാൻ അത് എടുക്കാൻ നോക്കി. പിന്നെ ഇവിടെ അനിയത്തിയും ഒരു ഇത് വെച്ചിട്ടൊക്കെ നീഡിൽ വെച്ചിട്ടൊക്കെ എടുക്കാൻ നോക്കി. പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല. അത് മുകളിലോട്ട് ഇതായിട്ടിരിക്കുമായിരുന്നു. ഭയങ്കര കുപ്പിയുടെ ആയതുകൊണ്ട് തന്നെ നല്ല ഹാർഡായിരുന്നു, നല്ല ഷാർപ്പായിട്ടായിരുന്നു. അപ്പോൾ അത് അകത്തോട്ട് കയറി. ഉടനെ തന്നെ ഞങ്ങളിവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പോയപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് അനസ്തീഷ്യ കൊടുക്കണം, ഓർത്തോനെ കാണിക്കണം, ഓപ്പറേഷനൊക്കെ ഇതാവണം. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് പേടിച്ചു. നമുക്കിതിനെക്കുറിച്ചൊന്നും അധികം അറിയില്ലല്ലോ. അനസ്തീഷ്യ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പേടിയല്ലേ. അങ്ങനെ ഞങ്ങൾ അയ്യോ ഇവിടെ വേണ്ട, ഞങ്ങൾക്കിപ്പോൾ അതിനുള്ള ഒരു ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ തരിക്കാനുള്ള ഒരു മരുന്നൊക്കെ വെച്ചിട്ട് അയാൾ കുത്തി നോക്കി. അപ്പോൾ അവിടെ അവർക്ക് എന്തോ അതെടുക്കാനുള്ളൊരു എന്തോ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പിറ്റേ ദിവസം രാവിലെയാണ് വരാൻ പറഞ്ഞത്. അപ്പോൾ അത്രയും സമയം നമ്മൾ വെച്ചിട്ടിരുന്നത് പഴുക്കുന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. ബിലീവേഴ്സ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ അവർ രാത്രി തന്നെ അത് ചെയ്തു. പക്ഷെ രാത്രി തന്നെ ചെയ്ത് അതെല്ലാം എടുത്തു. അപ്പോൾ വലിയൊരു കഷ്ണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ സ്റ്റിച്ചൊക്കെ ചെയ്തു. എന്താ പറയുക, അപ്പോൾ അതൊക്കെയായിരുന്നു അവസ്ഥ. അത്രയും ദിവസം 2-3 ദിവസം ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആയിഷയാണെങ്കിലും ഇവിടെ ഞാനില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമത്തിലും. ഇവിടെ അനിയനൊക്കെ എല്ലാവരും ഉണ്ട്. എന്നാലും ഞാനില്ലാത്തതുകൊണ്ട് അവൾക്കും ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, 3-4 ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പോഴും എൻ്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല. ലൈവ് പിന്നെ ഞാൻ ചാനൽ ഒരുപാട് പുറകോട്ട് ഇതായിരിക്കുന്നു. 2-3 ദിവസമൊക്കെ വീഡിയോസും ലൈവൊന്നും ഇടാത്തതുകൊണ്ട് ഒരുപാട് പോയി. ഇപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ ഒരു ചാനൽ ഇല്ലാതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മോൾക്ക് കുഴപ്പമില്ല. അത്യാവശ്യം ഞാനിപ്പോൾ എടുത്തു കൊണ്ടുപോകണം, എല്ലാ കാര്യത്തിനും എടുത്തു കൊണ്ടുപോയൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ വേദനയൊന്നുമില്ല. രാവിലെ എപ്പോഴും അതെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഇവിടെ അനിയത്തി ക്ലീൻ ചെയ്ത്, എനിക്ക് ഫസ്റ്റ് പേടിയായി അത് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ. മുറിവല്ലേ, അപ്പോൾ നല്ല പഴുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ പേടിയായി. അവൾ പിന്നെ എൻ്റെ അനിയത്തി തന്നെ സബ്നു തന്നെ അതൊക്കെ ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഇന്ന് ഞാൻ അത് പതുക്കെ അഴിച്ച് നോക്കിയപ്പോൾ കുറച്ചൊരു ഉണങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഇത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് മുറിവിൽ മരുന്നൊക്കെ വെച്ച് കെട്ടി എല്ലാം ഒക്കെ ചെയ്ത് കൊടുത്തു. എന്താ പറയുക, കുറച്ച് ദിവസം ഒരുപാട് ടെൻഷനിലായിരുന്നു. അപ്പോൾ എന്തായാലും പ്രാർത്ഥിക്കുക. നമ്മുടെ ഒരു ചെറിയൊരു അശ്രദ്ധ കൊണ്ട് മക്കൾക്ക് ഒരുപാട് ഇത് പറ്റും. നമ്മളപ്പോൾ എന്താ പറയുക, കുറേ പ്രാവശ്യം തൂക്കണം. ആ ഒരു ഇതാണ്. ഞാൻ പക്ഷേ ചെറിയൊരു പൊടി കിടന്നാൽ പോലും ഞാൻ അവിടെ തൂത്ത് തുടച്ച് ക്ലീനാക്കി ഇടുന്നതാണ്. എനിക്ക് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് വിഷമം. എല്ലാവരും അതാ പറയുന്നത്, എപ്പോഴും തുടച്ച് ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കണം. നമുക്ക് ഒരുപാട് വൃത്തിയാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അങ്ങനെ ഇതൊരു സംഭവിച്ചു. ഇനിയിപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക തന്നെ, എൻ്റെ കുടുംബത്തെയും അതുപോലെ തന്നെ ഞാനും ഞങ്ങളുടെ കുടുംബത്തിനെയും ദുആയിൽ ഉൾപ്പെടുത്തും. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. എനിക്കും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും ഉക്കാക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാനും അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മോൾക്ക് ഒന്നും ഇല്ലാതിരിക്കട്ടെ. ഇനിയിപ്പം 3 ആഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിച്ച് എടുക്കാൻ പറ്റുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകണം. അത് എന്തായെന്നുള്ളത് ഒന്ന് നോക്കണം. എല്ലാം ഉണങ്ങിയോ എന്നൊക്കെ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മരുന്ന് ഇന്നലെ മാത്രം ഉണ്ടായിരുന്നു. പിന്നെ പാരസെറ്റാമോളായിരുന്നു. മരുന്ന് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ പിന്നെ ചെറിയ ഇതല്ലേ, കുഞ്ഞല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങുന്നുള്ളത് കൊണ്ടായിരിക്കും. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അവൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ശരീരമൊക്കെ നോക്കി ഒരുപാട് ബ്ലഡൊക്കെ പോയി. അപ്പോൾ ഇനി നല്ലപോലെ ശരീരമൊക്കെ നോക്കണം. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അവൾ അല്ലെങ്കിലേ വണ്ണമില്ല, മെലിഞ്ഞ് ഉണങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് എന്നിട്ടും രണ്ടാളും അടിക്കും വഴക്കിനൊന്നും ഒരു കുറവില്ല കേട്ടോ. എപ്പോഴും അടിയും വഴക്കൊക്കെ ഉണ്ടാക്കും. അതാണ് ഏറ്റവും വലിയത്. ഐഷയാണെങ്കിലും ആമയാണെങ്കിലും എപ്പോഴും വഴക്കും ഇതുമാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്തതാണ്.
അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഇനി നാളെ മുതൽ ഇനി വേറെ ഉള്ള വീഡിയോയും റിയാക്ഷൻ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ശരി, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. എൻ്റെ വീഡിയോ അപ്പോൾ അത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ബൈ.